ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ നെറ്റ് സാൻസ്ക്രിറ്റ് ട്രഡീഷണൽ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെ മുതൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായി നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാകാം, ഒന്നോ രണ്ടോ അതിലധികമോ പ്രാവശ്യം നെറ്റ് എഴുതിയിട്ട് കിട്ടാതെ പോയവരുണ്ടാകാം. രണ്ടാമത് പറഞ്ഞ കാറ്റഗറിയിലുള്ളവർക്ക് നെറ്റ് എക്സാമിനെ കുറിച്ചും അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചുമൊക്കെ അറിവുണ്ടാകാം. എന്നാൽ ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ആദ്യമായി നെറ്റ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. മറ്റുള്ളവർക്ക് ചിലപ്പോൾ ആവർത്തന വിരസത ഉണ്ടാകാം, സോറി. അപ്പോൾ ഓക്കെ, നമുക്ക് നെറ്റിനെ കുറിച്ച് സംസാരിക്കാം. നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് നെറ്റ്, ദേശീയ യോഗ്യതാ പരീക്ഷ. ഇപ്പോൾ NTA നെറ്റ് എന്നറിയപ്പെടുന്നു. UGC, അതായത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, UGC റെപ്രസെൻ്റ് ചെയ്ത് NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഈ പരീക്ഷ നടത്തുന്നത്. 2018 ജൂലൈ വരെ UGC ആണ് നെറ്റ് നടത്തിയിരുന്നത്. പിന്നീട് NTA ആണ് നെറ്റ് എക്സാം നടത്തുന്നത്. വർഷത്തിൽ 2 തവണയാണ്, അതായത് ജൂൺ ഡിസംബർ മാസങ്ങളിലായിട്ടാണ് ഈ എക്സാം നടക്കുന്നത്. ഓൺലൈൻ മോഡിലാണ് എക്സാം. ഈ കഴിഞ്ഞ നെറ്റ് എക്സാം കോവിഡിൻ്റെ പ്രശ്നങ്ങൾ മൂലം ഏതാണ്ട് സെപ്റ്റംബർ മുതൽ നവംബർ വരെ ഉണ്ടായിരുന്നു. നവംബർ 13 വരെയൊക്കെ ആയിരുന്നു ആ നെറ്റ് എക്സാം നിലനിന്നിരുന്നത്. പിന്നീട് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് എക്സാമിന് നെഗറ്റീവ് മാർക്ക് ഇല്ല. PSC മാതിരിയുള്ള എക്സാമുകളെ പോലെ ഇതിന് നെഗറ്റീവ് മാർക്കില്ല, നോ നെഗറ്റീവ് മാർക്സ്. ഇനി നെറ്റ് ക്വാളിഫൈഡ് ചെയ്താൽ, ഇഫ് യു ആർ എലിജിബിൾ ഫോർ നെറ്റ് ക്വാളിഫൈഡ് ചെയ്താൽ ഒന്നാമത്തെ കാര്യം അസിസ്റ്റൻറ്റ് പ്രൊഫസർ യോഗ്യത നേടാം. According to UGC rule, only Indian NET exam is the gateway or entry for becoming an assistant professor. നമുക്കറിയാം, ഒരു ജൂനിയർ അസിസ്റ്റൻറ്റ് പ്രൊഫസറുടെ ശരാശരി പ്രതിമാസ ശമ്പളം 25,000 to 40,000 വരെയാണ്. അപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർവ്യൂവിനോ PhD എൻട്രൻസ് എക്സാമിനോ ഒക്കെ പ്രത്യേക പരിഗണന ഉണ്ടായിരിക്കും. നമ്മൾ അസിസ്റ്റൻറ്റ് പ്രൊഫസർ യോഗ്യത നേടും. അതുപോലെ കേരള PSC അസിസ്റ്റൻറ്റ് പ്രൊഫസർ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് വിത്ത് NTA നെറ്റാണ്. അപ്പോൾ നെറ്റിന് ഇങ്ങനെ ധാരാളം നേട്ടങ്ങളുണ്ട് നമുക്ക് നെറ്റ് ക്വാളിഫൈഡ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ JRF, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. ഇത് നമ്മൾ വിചാരിക്കുന്ന ഒരു സാധാരണ ഫെലോഷിപ്പ് അല്ല. JRFന് യോഗ്യത നേടിയാൽ 20.84 ലക്ഷം രൂപയാണ് നമുക്ക് ഫെലോഷിപ്പായിട്ട് ലഭിക്കുന്നത്. 5 വർഷം കൊണ്ട് നമുക്ക് 20.84 ലക്ഷം രൂപ. അതായത് ആദ്യത്തെ 2 വർഷം 31,000 രൂപ പെർ മന്താണ്. 31,000 രൂപ ആദ്യത്തെ 2 വർഷം നമുക്ക് ഓരോ മാസത്തിലും 31,000 രൂപ വെച്ച് കിട്ടും. പിന്നീടുള്ള 3 വർഷങ്ങളിൽ 35,000 പെർ മന്ത്. ഇതിന് പുറമെ കണ്ടിജൻസി ബില്ലായിട്ട് ആദ്യത്തെ 2 വർഷങ്ങളിൽ 10,000 രൂപയും പിന്നീടുള്ള വർഷങ്ങളിൽ 20,000-നകത്ത് ആണ് ലഭിക്കുന്നത്. ടോട്ടലി 20.84 ലക്ഷം രൂപയാണ് JRF ലഭിക്കുന്നത്. കുറച്ചധികം വർക്ക് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും JRF ക്വാളിഫൈഡ് ആകാൻ കഴിയും. അതിനായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠന രീതി നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ നെറ്റ് എക്സാമിന് 2 പേപ്പറാണുള്ളത്. ദ പേപ്പർ വിൽ ബി ഡിവൈഡ് ഇൻ ടു 2 പാർട്സ്, പേപ്പർ ഫസ്റ്റ് ആൻഡ് പേപ്പർ സെക്കൻഡ്. പേപ്പർ ഫസ്റ്റിന് 50 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, 100 മാർക്കിന്. അത് ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വെച്ചിട്ട് 100 മാർക്കിനാണ്. 1 ഹവറാണ് നമുക്ക് എക്സാം ടൈം. പേപ്പർ സെക്കൻഡ് നമ്മുടെ പേപ്പർ സാൻസ്ക്രിറ്റ് ട്രഡീഷണൽ സബ്ജക്റ്റ്. ഇതിന് 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2 മാർക്ക് വെച്ച് 200 മാർക്സ് ആണുള്ളത്. അതിൽ 2 മണിക്കൂറാണ്. മൊത്തത്തിൽ 300 മാർക്കാണ്. 150 ക്വസ്റ്റ്യൻസ്, 300 മാർക്ക്,
3 മണിക്കൂർ. രാവിലെ തൊട്ട് ഉച്ച വരെയോ ഉച്ച തൊട്ട് വൈകുന്നേരം വരെയൊക്കെ ഷിഫ്റ്റ് അനുസരിച്ചാണ് നമുക്ക് എക്സാം നടക്കുന്നത്. ഇനി നമുക്ക് ഈ വീഡിയോയിൽ സാൻസ്ക്രിറ്റ് ട്രഡീഷണൽ സബ്ജക്റ്റിൻ്റെ സിലബസും കൂടി പറയുന്നുണ്ട്. അതിന് മുന്നേ ഒരു കാര്യം പറയാം. നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന അറിഞ്ഞേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 94% ആളുകളെയും അൺക്വാളിഫൈഡ് ചെയ്യുകയും 6% ഓൺലി 6% മാത്രം ആളുകളെ ക്വാളിഫൈഡ് ആക്കുകയും ചെയ്യുന്ന ഒരു എക്സാമാണിത്. സോ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഓരോ വ്യക്തിയും ദിവസത്തിൽ മിനിമം 1 അവർ 1 മണിക്കൂർ നെറ്റ് എക്സാമിന് വേണ്ടി മാറ്റിവെക്കേണ്ടത് അത്യാവശ്യമാണ്. അതാ ദിവസത്തെ ക്ലാസ്സുകൾ അന്നന്ന് പഠിച്ച് പിറ്റേന്ന് റിവൈസ് ചെയ്ത് നോക്കി വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ സാൻസ്ക്രിറ്റ് ട്രഡീഷണൽ സബ്ജക്റ്റിൻ്റെ സിലബസ് നോക്കാം. ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ സിലബസ് വ്യക്തമായും കൃത്യമായും മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ എന്തൊക്കെ പഠിക്കണം, എത്രത്തോളം പഠിക്കണം, അല്ലെങ്കിൽ എത്ര സമയം എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു സിലബസ് നോക്കിയാൽ മനസ്സിലാവും. സാൻസ്ക്രിറ്റ് ട്രഡീഷണൽ സബ്ജക്റ്റിൻ്റെ സിലബസ് ഇതിൽ 10 ചാപ്റ്ററാണുള്ളത്. നോക്കാം. ഒന്നാമത്തേത് വേദവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. 1 വൈദിക സാഹിത്യസ്യ സാമാന്യ പരിചയ, 2 ഋഗ്വേദ സംഹിതായം സർഗവിചാര, മാധ്യന്തിന സംഹിതായം രുദ്ര സ്വരൂപം, ബ്രാഹ്മണ സ്വരൂപം ഭേദാശ്ച, ആരണ്യകേ പഞ്ചമഹയജ്ഞാഃ കൂഷ്മാണ്ഡ ഹോമഃ, ഉപനിഷദി ശ്രേയ പ്രയോമാർഗഃ നാരദ സനത്കുമാര സംവാദശ്ച. പിന്നീട് ഛന്ദസ്സുകളെ കുറിച്ച് പഠിക്കണം. അതായത് ഗായത്രി, ഉഷ്ണിക്, അനുഷ്ടുപ്പ്, ബൃഹതി, പങ്ക്തി, ത്രിഷ്ടുപ്പ്, ജഗതി ഛന്ദസാം പരിചയ, നിരുക്ത ഷഡ്ഭാവ വികാരാഃ ദേവതാസ്വരൂപ വിചാരഃ ഋജാം ത്രൈവിധ്യം, ത്രൈസ്വര്യ പ്രദർശനം സ്വരിതഭേദഃ വിവൃത്തി സ്വരഭക്തി, ആധുനികയുഗേ വേദോപയോഗഃ ഭാവ്യ അനുസന്ധാന ചിന്തനം. വേദവുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കണം. ചാപ്റ്റർ 2 ഗ്രാമറുമായി ബന്ധപ്പെട്ടതാണ്. വ്യാകരണം, പഞ്ചസന്ദേഹ, സമാസാഹ, കാരകാണി, പ്രത്യയങ്ങൾ, തവതു, കൃത്, സ്ത്രീ പ്രത്യയ, മധ്വർത്തീയ പ്രത്യയങ്ങൾ പഠിക്കണം. ആധുനിക യുഗേ വ്യാകരണ ഉപയോഗഃ ഭാവി അനുസന്ധാന ചിന്തനം. ചാപ്റ്റർ 3 ജ്യോതിഷവുമായി ബന്ധപ്പെട്ടതാണ്. നക്ഷത്ര പരിചയ, രാശി പരിചയ, ഗ്രഹപരിചയ, നവവിധ കാലമാനം, ആധുനിക യുഗേ ജ്യോതിഷ ഉപയോഗഃ ഭാവ്യ അനുസന്ധാന ചിന്തനം. ചാപ്റ്റർ 4 മഹാപുരാണ സാമാന്യ പരിചയ, പുരാണ ലക്ഷണം, സൃഷ്ടിവിഷയക അവധാരണം, രാജതരംഗിണ്യാഃ വിഷയസാരഃ, കൽഹണ വിരചിതായാഃ രാജതരംഗിണ്യാഃ വിഷയസാരഃ, മഹാഭാരതേ ഭീഷ്മപർവം. പിന്നീട് ആധുനിക യുഗേ പുരാണ ഇതിഹാസോപയോഗഃ ഭാവി അനുസന്ധാന ചിന്തനം. ചാപ്റ്റർ 5 ധർമ്മ സ്ത്രോതാംസി, ആചാരവിമർശഃ, വ്യവഹാരവിമർശഃ, പ്രായശ്ചിത്തവിമർശഃ, ശ്രാദ്ധവിമർശഃ. നമുക്കറിയാം മനുസ്മൃതി, യാജ്ഞവൽക്യ സ്മൃതികളൊക്കെ ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇപ്പോൾ ആചാരവിമർശനം പഠിക്കുമ്പോൾ മനുസ്മൃതിയിലേയും പഠിക്കണം, യാജ്ഞവൽക്യ സ്മൃതി തുടർന്നുള്ള സ്മൃതികളിലെ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ചാപ്റ്റർ 6 മീമാംസ പരിചയം, ധർമ്മലക്ഷണം, ഭാവന, വിധിവിമർശഃ, ഷഡ്വിധ താത്പര്യ നിർണായക ലിംഗാനി, ആധുനിക യുഗേ മീമാംസോപയോഗഃ ഭാവി അനുസന്ധാന ചിന്തനം. ചാപ്റ്റർ 7 ന്യായവൈശേഷിക ദർശനമാണ്. വൈശേഷിക ശാസ്ത്ര പരിചയ, പ്രാചീന നവ്യന്യായ ശാസ്ത്ര പരിചയ. നമുക്കറിയാം പ്രാചീന ന്യായമുണ്ട്, നവ്യന്യായമുണ്ട്. പ്രാചീന നവ്യന്യായ ശാസ്ത്ര പരിചയ. പദാർത്ഥ വിമർശ, പദാർത്ഥ വിമർശങ്ങൾ നമ്മൾ ന്യായത്തിലെ പദാർത്ഥങ്ങളെയും പഠിക്കണം, വൈശേഷികത്തിലെ പദാർത്ഥങ്ങളെയും പഠിക്കണം. പ്രമാണ വിചാര, ശാബ്ദബോധ പ്രക്രിയ, ആധുനിക യുഗേ ന്യായവൈശേഷിക ദർശന ഉപയോഗഃ ഭാവ്യ അനുസന്ധാന ചിന്തനം. ചാപ്റ്റർ 8 വേദാന്തമാണ്. വേദാന്ത സമ്പ്രദായ വിചാരഃ, തത്വമസീതി വാക്യവിചാരഃ, ബ്രഹ്മസ്വരൂപം, വിവർത്ത പരിണാമയോസ്തുലന, മോക്ഷഃ, ആധുനിക യുഗേ വേദാന്ത ഉപയോഗഃ ഭാവി അനുസന്ധാന ചിന്തനം. ചാപ്റ്റർ 9 ഇതൊരു വൈഡായിട്ടുള്ള ഒരു ഏരിയയാണ്. നമ്മൾ ഈ ഒരു ഭാഗം കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും.
ഇന്ത്യൻ ഫിലോസഫിയാണ്. ഭാരതീയ വൈദിക അവൈദിക ദർശന പ്രമുഖ സിദ്ധാന്താനം പരിചയം. നമുക്കറിയാം നാസ്തിക ആസ്തിക ദർശനങ്ങളൊക്കെ എല്ലാവരും കേട്ട് കാണും, ആ ഭാഗമാണ്. പിന്നീട് സാങ്കി തത്വാനി, അഷ്ടാംഗയോഗ, സമാധി, ആഗമേഷു ശിവശക്തി സ്വരൂപം, ശൂന്യവാദ, സ്യാദ്വാദ, ഭക്തിതത്വം, ആധുനികയുഗേ സർവദർശനസ്യ ഉപയോഗ, ഭാവി അനുസന്ധാന ചിന്തനം. ഇതാണ് ചാപ്റ്റർ 9. ചാപ്റ്റർ 10 സാഹിത്യമാണ്. സംസ്കൃത സാഹിത്യ ഇതിഹാസ, കാവ്യലക്ഷണം, കാവ്യപ്രയോജനം, വൃത്തിവിചാര, കാവ്യഭേദം. നമുക്കറിയാം മമ്മടൻ, ഭാമഹൻ, ആനന്ദവർദ്ധൻ തുടങ്ങിയ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ഓരോരുത്തരുടെയും കാവ്യലക്ഷണം പഠിക്കണം, കാവ്യപ്രയോജനം പഠിക്കണം, കാവ്യഭേദങ്ങൾ അവർ ഓരോരുത്തരും എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പഠിക്കണം. പിന്നീട് അലങ്കാരങ്ങളാണ്. ഉപമ, രൂപകം, വ്യതിരേകം, ഉത്പ്രേക്ഷ, സമാസോക്തി, കാവ്യലിംഗം, അർദ്ധാന്തരന്യാസം തുടങ്ങിയ അലങ്കാരങ്ങളും അവയുടെ ലക്ഷണങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കണം. പിന്നെ ഛന്ദസ്സാണ്. മാലിനി, സ്ട്രഗ്ധര, ശാർദൂല വിക്രീഡിതം, മന്ദാക്രാന്ത, വസന്തതിലകം, ശിഖരിണി, ഭുജംഗപ്രയാദം, ആധുനിക യുഗേ സാഹിത്യോപയോഗ, ഭാവി അനുസന്ധാന ചിന്തനം. ഇത്രയുമാണ് നമ്മൾ ചാപ്റ്റർ 10. ഇങ്ങനെ 10 ചാപ്റ്ററാണ് ഉള്ളത്. ഈ 10 ചാപ്റ്ററും നമ്മൾ ഓരോ ചാപ്റ്റർ പാർട്ടായിട്ട് നമ്മൾ സബ് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഓരോ ദിവസവും ഓരോ വീഡിയോസ് ഇടും. ആ വീഡിയോസ് അന്നന്ന് പഠിച്ച്, കൂടെ അതിൻ്റെ PDF നോട്ട് കാണും. അത് ഒരു ബുക്കെടുത്ത് എഴുതി അന്നന്ന് പഠിച്ച് നമുക്കറിയാം. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ 73 കോഡാണ് നമ്മളുടേത്. ന്യായം, വേദാന്തം, ഗ്രാമർ ഇവയൊക്കെ 73 കോഡാണ് എഴുതുന്നത്. 25 കോഡിനേക്കാൾ കുറച്ചും കൂടി ടഫായിട്ടുള്ള ഏരിയയാണ് 73 കോഡ്. അപ്പം നമ്മൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 3 മാസത്തിനുള്ളിൽ നമുക്ക് ഈ പോർഷൻ നന്നായിട്ട് കവർ ചെയ്യാൻ കഴിയും. നമുക്ക് നെറ്റിന് 2 പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് പേപ്പർ ജനറൽ പേപ്പറാണ്. അപ്പോൾ ജനറൽ പേപ്പറിന് നല്ലൊരു ജനറൽ പേപ്പറിൻ്റെ ടെക്സ്റ്റ് വാങ്ങിയിട്ട് അതും കൂടി നോക്കണം. 2 പേപ്പറൂടെ കിട്ടിയെങ്കിൽ മാത്രമേ നെറ്റ് ക്വാളിഫൈഡ് ആകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സാൻസ്ക്രിറ്റ് ട്രഡീഷണൽ സബ്ജക്റ്റിൻ്റെ സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ സമയമുണ്ടെങ്കിൽ ഫസ്റ്റ് പേപ്പർ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നാളെ മുതൽ നമുക്കൊരു പുതിയ വർഷമാണ്. നാളെ മുതൽ നമ്മൾ നെറ്റിന് വേണ്ടിയിട്ട് നെറ്റ് JRF തന്നെ ഈ പ്രാവശ്യം എഴുതിയെടുക്കും എന്നുള്ള ഒരു തീരുമാനത്തിൽ എല്ലാവരും ഇത് പ്രിപ്പയർ ചെയ്യുക. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.